നോക്കിയിട്ട് കാര്യമില്ല, അത് കുറയില്ല. നീ തിരിച്ചു വായോ, വായോ വായോ. ആരാണ് എന്താണെന്നൊക്കെ നിന്നോട് പറയാം. അത് നീ എൻ്റെ അടുത്തോട്ട് വാ, പേടിക്കണ്ട. പ്ലീസ് ഒന്നും പറയാൻ കയ്യിന്ന് പോവാണ്. നീ ഒന്ന് ആദ്യം പേടിക്കാതിരിക്കും ജവാദേ. എന്ത് എന്നെന്തിനു പേടിപ്പിക്കണേ? എന്തിനാ ജവാദേ നിങ്ങൾ പേടിക്കണേ? ഞാൻ നിന്റെ ക്ലോണാണ്, ഞാൻ നിന്നൊന്നും ചെയ്യില്ല. അത് കൊടുത്ത് പെറുക്കുകയും വേണ്ട, ഞാൻ പോവില്ല. നീ ഒന്ന് പേടിക്കാതിരിക്ക്. ആര് പറയുന്നത്? എൻ്റെ കൂടെ ഞാൻ സമാധാനമായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നു. ശരി, ഞാൻ തന്നെ. എന്തിനാ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നത്? അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എൻ്റെ ഇടയ്ക്ക് ഈ മൈതരം കാട്ടാൻ പ്ലീസ്. എന്തിനാടാ അങ്ങനെ തെറി വിളിക്കണേ? തെറി വിളിക്കണല്ല, ശരിയായി. നീ എൻ്റെ പ്രതിബിംബാന്നല്ലേ പറഞ്ഞത്? നിനക്കറിയാലോ ഞാൻ എന്താണ്, എങ്ങനെയാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താ? ശബ്ദം മാറുന്നുണ്ട് കേട്ടോ. എങ്ങനെ ശബ്ദം മാറാൻ? എങ്ങനെയാണോ ശബ്ദം മാറാൻ? പലരോടും പേടിയില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന വ്യക്തിയാണ്. എന്നെ തന്നെ, എൻ്റെ സെൽഫാണ് എന്നെ പേടിപ്പിക്കുന്നത്. നിന്റെ ഭാവിയാടാ ഞാൻ, അതെനിക്ക് പറയാനും കഴിയും. എൻ്റെ ഭാവിയെ പറ്റി എന്ത് പറയാനാണ്? മൂഞ്ചി പോത്തേ ഉള്ളൂ. സ്നേഹിക്കുന്നവരുണ്ടല്ലോ. ഉണ്ട്, സ്നേഹിക്കുന്നവരുണ്ട് ഒരുപാട്. പക്ഷെ എന്നെ കൊണ്ട് ആ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയില്ല. എനിക്ക് അറിയില്ല, ഞാൻ പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. എന്ത് ചെയ്യാൻ? നീ പേടിക്കണ്ട, നിന്റെ ഭാവി പറയാൻ എനിക്ക് കഴിയുമല്ലോ. എന്റെ ഭാവി പറയാൻ പറ്റും? എന്ത് പറയാൻ പറ്റും? ഇല്ല, നടക്കില്ല. ഭാവി പറയാൻ പറ്റില്ല. നീ എന്റെ ക്ലോൺ ആണെങ്കിൽ എനിക്ക് പറയാൻ കഴിയില്ല. നീ ഭാവിയോട് പറയല്ലേ, അറിയുന്നുണ്ടെങ്കിൽ മിണ്ടാതെ. അത് കേൾക്കാനുള്ള ശേഷിയില്ല, മനസ്സിലായോ? അത് കേട്ടിട്ട് അതിനെ പറ്റിയൊരു ടെൻഷൻ എടുക്കാറ് വയ്യ. വെറുതെ വിടും. നീ അതിന് പേടിക്കാതിരിക്കുക, നിന്റെ കൂടെ ഞാനും ഇല്ലേ. ഭാവിക്ക് പറയാൻ കഴിയും, എന്താണ് സംഭവം, എങ്ങനെ ഒക്കെ പറയാൻ കഴിയും. അതിനെപ്പറ്റി വലിയ ടെൻഷൻ അടിക്കണ്ട, ജീവിതമല്ലേ. എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നീ മാത്രമല്ല, ഞാൻ നിന്റെ ക്ലോണ് മാത്രമേ നിന്റെ കൂടെ ഉള്ളൂ. ഞാൻ ഓക്കെ,
നിനക്ക് ഭാവി പറയാൻ വയ്ക്കുന്നില്ല പറഞ്ഞ എന്നാ മൈര നീ എൻ്റെ ഭാവി എന്ന് പറഞ്ഞ ഞാൻ നന്നാവും നല്ല രീതിയിലാവും. പറ്റില്ല, പറയാൻ പറ്റില്ല. ഏ? അത് പറയാൻ കഴിയില്ല. അതെന്താ കഴിയാത്ത? അത് പറയാൻ കഴിയില്ല. എന്ത് ഭാവി കുറച്ച് ഒരു ദിവസത്തിന്റെ ഭാവി കുറച്ചിട്ട് എനിക്ക് പറ്റിയ ഒരു ദിവസത്തെ ഒരു ദിവസത്തെ നാളെ എനിക്ക് എന്ത് നടക്കാൻ പോകണം പറയുന്നില്ല. ഇപ്പൊ പറയാൻ കഴിയില്ല. പിന്നെ എന്ത് ഇതിനാണ് എന്നോട് പകാര്യം? എന്തിനാണ് ഇപ്പൊ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? എനിക്ക് എൻ്റെ എല്ലാ സ്വഭാവം അറിയാം. ദേഷ്യം വന്ന ദേഷ്യം, സങ്കടം വന്ന സങ്കടം, പേടില്ല എന്നുള്ളവർ മറ്റുള്ളവരും ഒരു പട്ടിഷോ എടുത്തുന്നാണ്. ഞാനിവിടെ ഉള്ളത് നീയും ഞാനും മാത്രമേ അറിയുന്നുള്ളൂ. എന്നിട്ടും എന്തിനാ? ശരിയാണ്, മറ്റാരും അറിയുന്നില്ല. ഞാനും നീ തമ്മിലും മറ്റാരും അറിയുന്നില്ല. പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് മനസ്സിലായി. ഇപ്പൊ ഒരുപാട് കാലത്തിന് ശേഷം പേടിയില്ല എന്ന് പറയുകയാണെങ്കിലും മനസ്സിൽ ചെറിയൊരു പേടി ഉണ്ടെങ്കിലും ഇതുവരെ ഉണ്ട്. ഒരു പെട്ടെന്ന് ഈ ഒരു അയപ്പില് നിനക്ക് കണ്ണാടിന്റെ മുമ്പിൽ പ്രതിബിംബമായി വരാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നീ ഇവിടുത്തെ മറ്റു ചേട്ടനെ പേടിപ്പിച്ചു. അതിന് മനസ്സിലാവണില്ല. അതിനോട് ഞാൻ ഉത്തരക്കാം. തായോ കയ്യിൽ നിന്ന് പോകണത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്റെ ക്ലോണെന്നല്ല, ഭൂതവും ഓർമ്മ ഉണ്ടാവുമല്ലോ. പ്രശ്നങ്ങൾ മൊത്തം കൊണ്ട് തൂങ്ങിച്ചാവാൻ ഒക്കെ നോക്കിയതല്ല. നിനക്കും അറിയാം, എനിക്കും അറിയാം, ഒരാൾക്കും അറിയാത്ത കാര്യം. മനസ്സോട് ഉദ്യോഗിച്ചു. നീ ഇപ്പൊ എന്റെ കൂടെ കൂടിയിരുന്നത് എന്തിനാണ്? കൂട്ടുകൂടാൻ. എന്നോട് സൗഹൃദം സ്ഥാപിക്കാൻ. എന്റെ ക്ലോൺ എന്തിനാ എന്നോട് സൗഹൃദം സ്ഥാപിക്കണം? ഇല്ലെങ്കിൽ തന്നെ എന്നെ കൊണ്ട് വണ്ടി വരെ നടന്നൂടെ? പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു പണ്ടാരടങ്ങി ക്ലോണും കൂടി ഒരാവശ്യമില്ല. ഇപ്പം മനസ്സമ്മതമായിട്ട് നോക്കാം. ഇപ്പൊ വരൂല ഉറപ്പ് താല്പര്യം. പിന്നെ എപ്പോഴും എന്തെങ്കിലും ചെയ്യും. ഇപ്പൊ ഒന്ന് മനസ്സമ്മതമായിട്ട് നീ ഞാൻ പറയുന്ന കേക്ക്, എൻ്റെ കൂടെ. പ്ലീസ്.